എന്തായാലും 90 മിനിറ്റ് കടന്ന മത്സരം നിലവിൽ പോയിരിക്കുന്നു +5. എന്തായാലും അതിനുശേഷം 5 മിനിറ്റും 15 സെക്കൻഡും ഇരു ടീമുകളും 1-1 എന്ന നിലയിലാണ് നിലവിൽ നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞുള്ള കാഴ്ചയാണ് ഇരു ടീമുകളുടെയും കാണുന്നത്. എനിക്ക് നികേഷ് കൂടി ചേരുന്നുണ്ട്. നികേഷ്, ഈ ഒന്നാം സീസണിലെ അതായത് ഫൈനലിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയ സമാനമായ സാഹചര്യം, അന്ന് ഗോളൊന്നും നേടിയിരുന്നില്ല, അവസാന മിനിറ്റിൽ റഫീഖിൻ്റെ ഗോളിൽ അവർ ജയിക്കുകയും ചെയ്തു എന്നുള്ള സാഹചര്യം മാത്രമാണുള്ളത്. ഇപ്പോഴും ഏകദേശം അതുപോലെ തന്നെയാണ്. യെസ്, ഇപ്പോൾ നിശ്ചിത സമയം പൂർത്തിയായി പൂർത്തിയായിരിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ അടിച്ച് സമനിലയായിരിക്കുകയാണ് 90 മിനിറ്റ്. അതിനുശേഷം 5 മിനിറ്റ് ഇഞ്ചുറി ടൈം. കളി മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു ഫൈനലിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്ന സംശയമാണ്. പ്രത്യേകിച്ചും അത്ലറ്റിക് കൊൽക്കത്ത രണ്ടാം പകുതിയിൽ ഏറെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞ് കളിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യ ഗോൾ കേരളം നേടിയ ശേഷം 44 മിനിറ്റിൽ അവർ തിരിച്ചടിച്ചു. അതിനുശേഷം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്ക് അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ തുടർന്ന് കളിക്കാൻ കഴിഞ്ഞു എന്നത് സംശയമാണ്. തുടർന്ന് കേരളം 3 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞു. നാസോണിന് പകരം ആന്റോണിയോ ജർമ്മൻ, റാഫിക്ക് പകരം റഫീഖിനെ ഇറക്കിയത് 2014 ഒരു ഫൈനലിൻ്റെ ഓർമ്മ എന്നോണമായിരിക്കണം. കാരണം 2014 റഫീഖിൻ്റെ ഗോളിലാണ് കൊൽക്കത്ത കേരളത്തെ തോൽപ്പിച്ചത്. 90 മിനിറ്റിൽ റഫീഖിൻ്റെ ഒരു ഹെഡറായിരുന്നു അന്ന് കേരളത്തിന് കപ്പ് നിഷേധിച്ചത്. അതിന് ഒരു മധുരമായൊരു പകരം വീട്ടാൻ റഫീഖിനെ തന്നെ ഉപയോഗിക്കാം എന്നൊരു കോച്ചിൻ്റെ തന്ത്രമായിരിക്കാം കോപ്പൽ ഉപയോഗിച്ചത്. പക്ഷേ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയാണ്. 15 മിനിറ്റ് വീതമുള്ള 2 പകുതികളിലേക്ക് കളി നീങ്ങുമ്പോൾ ഇരു ടീമുകളും ഇനി പ്രതിരോധത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു തന്ത്രം തന്നെയായിരിക്കും. അടുത്ത 30 ഗോൾ വഴങ്ങാതിരിക്കുക എന്നതായിരിക്കും 2 ടീമിൻ്റെയും തന്ത്രം. ഇത് സാധാരണയായി ഇത്തരം പ്രധാനപ്പെട്ട കളികളിൽ ഇരു ടീമുകളും അവലംബിക്കുന്ന ഒരു മാർഗമാണ്. കാരണം 30 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ ഗോൾ വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഗോളിൻ്റെ പിൻബലത്തിൽ ടീം ബാക്കി സമയം ചെലവഴിച്ച് കളി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഗോൾ വഴങ്ങാതിരിക്കുക എന്നൊരു തന്ത്രമായിരിക്കും ഇരു ടീമുകളും സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, കേരളത്തിൻ്റെ മാർക്കി താരവും ആരോൺ ഹ്യൂം പരിക്കേറ്റ് കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ പരിക്കേറ്റ് മടങ്ങി. പകരം എൻജോയാണ് ഫുൾ ബാക്ക് സ്ഥാനത്ത് കളിക്കുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻസി ഹെങ്ബട്ടിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കളി അധിക സമയത്തേക്ക് നീങ്ങുകയാണ്. ഹെങ്ബട്ടും അതോടൊപ്പം തന്നെ കൊൽക്കത്തയുടെ ക്യാപ്റ്റനും ഇപ്പോൾ മൈതാനത്തുണ്ട്. ഇനി തുടർന്ന് അരമണിക്കൂറിനകം കളി തീരുമാനമായില്ലെങ്കിൽ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോകും. അപ്പോഴും കേരളത്തിൻ്റെ മനസ്സിലുള്ളത് ഡൽഹിക്കെതിരെ ഉള്ള ഒരു മത്സരത്തിൻ്റെ ഒരു മധുരിക്കുന്ന ഓർമ്മകളായിരിക്കണം. കളി മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ കളിയിൽ മുൻതൂക്കം കൊൽക്കത്തയ്ക്ക് തന്നെയായിരുന്നു. കാരണം കേരളത്തിന് എപ്പോഴും കേരളത്തിന് ദൗർബല്യമായിരുന്ന മിഡ്ഫീൽഡിലെ ദൗർബല്യം ഈ കളിയിലും മുഴച്ചു നിന്നു എന്ന് പറയാം. അതോടൊപ്പം തന്നെ ജോസു ഈ മത്സരത്തിൽ കളിച്ചില്ല. അതിന് പകരം ഇഷ്ഫാഖ് അഹമ്മദാണ് കളിച്ചത്. ഇഷ്ഫാഖ് അഹമ്മദിന് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞത് സമീക് ഡ്യൂട്ടി എന്ന സൗത്ത് ആഫ്രിക്കൻ പ്ലെയറെ തടുത്തു നിർത്തുക എന്നതാണ്. സമീക് ഡ്യൂട്ടി അത് വലത് വിങ്ങിലൂടെ കയറി വരുന്ന വളരെ വേഗതയേറിയ ഒരു പ്ലെയറാണ്. ഈ ദൗത്യം ഇഷ്ഫാഖ് അഹമ്മദ് ഏറെക്കുറെ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു എന്ന് വേണം പറയാൻ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ 1-1 എന്നുള്ള ഒരു സ്കോർ ലൈനിൽ നിൽക്കുന്നത്. അധിക സമയത്തേക്ക് പോകുമ്പോൾ എന്തും സംഭവിക്കാം. മത്സരം ഏത് ഭാഗത്തേക്ക് നീങ്ങാം. റാഫിക്ക് പകരം ഇറക്കുമ്പോൾ കളിയിൽ ഒരല്പം വേഗത കൈവരിക്കണം എന്നൊരു കരുതലായിരിക്കണം റഫീഖിനെ ഇറക്കിയിരിക്കുന്നത്. റഫീഖ് ഹൈറ്റ് കുറഞ്ഞ ഒരു പ്ലെയറാണ് മറ്റ് താരങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ വേഗതയിൽ മുൻപനാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം സ്റ്റീവ് കോപ്പൽ റഫീഖിനെ ഇറക്കിയിരിക്കുന്നത്. അരമണിക്കൂർ കൂടി ഇനി കളിയുണ്ട്. 15 മിനിറ്റുള്ള 2 പകുതികൾ. എന്തോ സംഭവിക്കാം. ഈ ഘട്ടത്തിൽ ഗോൾ വീണ് കഴിഞ്ഞാൽ അത് ആ മത്സരത്തിൽ അത് വളരെ ഡിസൈസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിഫൻസിലേക്ക് ഉൾവൊളിഞ്ഞൊരു കളിയായിരിക്കാം 2 ടീമുകളും തന്ത്രമായിരിക്കും 2 ടീമുകളും സ്വീകരിക്കുക. അരുൺ. യെസ് ദേവദാസ്, ഇപ്പോൾ എക്സ്ട്രാ ടൈം മത്സരം പുരോഗമിക്കുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം എത്തി നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. 30 മിനിറ്റ് 15-15 പ്ലസ്
അങ്ങനെ 30 മിനിറ്റിലേക്കാണ്. ഒരുപക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടേക്കാം. ഇല്ലെങ്കിൽ വീണ്ടും സഡൻ ഡെത്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു, പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു. എങ്ങനെയാണ് കാണുക ഇപ്പോൾ? അതാ അരുൺ, ഇത് ഈ 30 മിനിറ്റ്സ് ഇനിയുള്ളത് എന്ന് പറഞ്ഞാല് ഞങ്ങളെ മുമ്പിൽ ആകെ ഈ ചാമ്പ്യൻഷിപ്പിന്റെ ലാസ്റ്റ് 30 മിനിറ്റ്സ്. അപ്പൊ ഒരു ചാൻസ് എടുത്തിട്ടൊന്നും ഇനി ഒരു എക്സ്ട്രോർഡിനറി ചാൻസ് ഒന്നും എടുക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ രണ്ട് ടീമും എന്താ ചെയ്യുക എന്ന് പറഞ്ഞാല് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫൻസും മിഡ്ഫീൽഡും ഫോർവേഡും എല്ലാം കറക്റ്റ് ആക്കി വെച്ച് ആരാണ് ആദ്യം ഓപ്പർച്യൂണിറ്റി നോക്കി ഗോൾ അടിച്ചാൽ മതി. ഞങ്ങൾക്ക് ഈ 15 മിനിറ്റ്സ് ആദ്യത്തെ 15 മിനിറ്റ്സ് കഴിയുക, നെക്സ്റ്റ് 15 മിനിറ്റ്സും കഴിയുക, എന്നിട്ട് പെനാൽറ്റിയിലേക്ക് പോയി ചാൻസ് എടുക്കാൻ തന്നെയാണ് രണ്ടാളെ മൈൻഡ് സെറ്റും എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവര് എന്താ പറയാ കഴിഞ്ഞ ഈ 95 മിനിറ്റ്സിൽ കളിച്ച് ഇതിൽ നിന്നും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഒരു മിഡ്ഫീൽഡിനെ കൊണ്ടുവന്ന് ഒന്നിന് ഇപ്പൊ എന്താ വേണ്ടതെന്ന് പറഞ്ഞാല് ഇതിപ്പോ എന്ന് പറഞ്ഞാല് പണ്ട് ഇറ്റലി കളിക്കുകയാണ് 86, 90s ഡിഫെൻസീവിന്റെ മാക്സിമം കളിച്ചിട്ട് അർജന്റീന ടീമും 94-ലും അങ്ങനെയാണ്, 1994 എന്ന് പറഞ്ഞാല് മാക്സിമം ഡ്രോ ആക്കുക, എന്നിട്ട് ഗോളിന്റെ ഇതിലേക്ക് വിടുക. എക്സ്പീരിയൻസ് എന്താ പറയാ, ഈ നിങ്ങളന്ന് കണ്ടിട്ടില്ലേ ഡൽഹി ഡൈനാമിക്സ് 3 പെനാൾട്ടിയാണ്, പോസ്റ്റിലേക്ക് പോലും പോയില്ല, അതും ഇന്റർനാഷണലിലും കളിച്ചവരാണ്. അതിനൊരു ചാൻസിലേക്ക് പോകുന്നു. എന്താ പറയാ, പെനാൽറ്റിയിൽ വരുമ്പോ ഇപ്പൊ ഒരു കോൺഫിഡൻസിൽ ഇതാണ് മറ്റേ ബ്ലാസ്റ്റേഴ്സിനാണ് അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിചാരിക്കും 30 മിനിറ്റ്സ് പോയിട്ട് പെനാൽറ്റിയിലേക്ക് പോവാ എന്നാണ് ഇപ്പോഴത്തെ ഇതിൽ തോന്നുന്നു. ആരും ചാൻസ് എടുക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു ഷോക്ക് ആൻഡ് ഡോർ എന്ന് പറയുന്ന ഒരു തിയറിയിലേക്ക് പോകും. എന്ന് പറഞ്ഞാല് ചാൻസ് കിട്ടിയാൽ മുന്നിലേക്ക് പോയിട്ട് ഒരു പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്ക് ആൻഡ് ഗോൾ അടിക്കാനുള്ള ചാൻസസ് നോക്കും. അതേ ഇവിടെ കാണിക്കുന്നുള്ളൂ. വേറെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ഒന്നും കാണാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾ ബോൾ ഇങ്ങനെ അടിച്ച് ലക്ഷ്യമില്ലാണ്ട് ഇങ്ങനെ പോകുന്നത് മാത്രമേ കാണുള്ളൂ. ആരാണ് ഈ കോൺഫിഡൻസ്? പക്ഷേ ഞങ്ങൾ ഒന്നും കൂടി അറിവും നോക്കണം. പെനാൽറ്റി സ്ട്രൈക്കില് ഡൽഹിനെ പോലെ എല്ലാ ഈ കൽക്കട്ട ഇതിൽ ക്യൂമൊന്നും പെനാൽറ്റി ഇതുവരെ മിസ്സാക്കിയില്ല. 6 പെനാൽറ്റിയിൽ 6 ഗോൾ അടിച്ച ഒരാളാണ് ISL 3-ല് 3 ഗെയിമിലും 3 സീസണിലും കൂടിയിട്ട് ക്യൂം എന്ന് പറഞ്ഞത്. അപ്പൊ അവര് എക്സ്പീരിയൻസ് ആളാണ് ഈ പെനാൽറ്റി സ്ട്രൈക്സിൽ. അതുകൊണ്ട് പെനാൽറ്റിയിൽ പോവാണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് 15 മിനിറ്റ്സിൽ ബ്ലാസ്റ്റേഴ്സ് ഓൾ ഔട്ടിലേക്ക് പോയിട്ട് ഉള്ളത് ഗോൾ അടിക്കാനുള്ള മാക്സിമത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പെനാൽറ്റി ഇതിൽ തോക്കാനും സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. യെസ്, എന്തായാലും ഇപ്പോൾ 11 മിഡ്ഫീൽഡർ ഇഷാഖ് അഹമ്മദിന് യെല്ലോ കാർഡ് കൂടി കണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. ഒരു നേരിയ ഫൗളിന് ഇതും സംഭവിക്കാവുന്ന ചില നിമിഷങ്ങളിലേക്ക് കൂടിയാണ് ഒരു ഫൈനൽ എക്സ്ട്രാ ടൈമിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നു. അതിൻ്റെ ആദ്യ മിനിറ്റുകളാണ്. എന്തായാലും കേരളത്തിന് ഒരു തുറന്ന അവസരം, ഏറെക്കുറെ തുറന്ന അവസരം എന്ന് തന്നെ പറയാവുന്ന തരത്തിലൊരു അവസരം ഉണ്ടായിരുന്നു. നികേഷ്, ഇവിടെ ബെൽഫോർട്ടിൻ്റെ ഒരു ഷോട്ട് അത് ഗോളാകാതെ ലക്ഷ്യത്തിലെത്താതെ പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. തീർച്ചയായും ആന്റോണി ജർമ്മനും ബെൽഫോർട്ടും ചേർന്നുള്ള ഒരു നീക്കമായിരുന്നു. ബെൽഫോർട്ടിന്റെ വേഗത തന്നെയാണ് കേരളത്തിന് പല ഘട്ടങ്ങളിലും തുണയായിരുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഒരു അല്പം മുമ്പ് മൈതാനത്ത് കണ്ടത്. ഏറെക്കുറെ ഈ രണ്ട് താരങ്ങളുടെയും വേഗതയിലും അതോടൊപ്പം തന്നെ ആന്റോണിയോ ജർമ്മൻ്റെ ഒരു ഫെദർ ടച്ച് നീക്കത്തിലൂടെയും ആ പന്ത് ബെൽഫോർട്ട് കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിൽ കൂടി അത് കൊൽക്കത്തയുടെ ഗോൾ കീപ്പർ സമർത്ഥമായി അടിച്ചകറ്റുകയായിരുന്നു. ഇത്തരത്തിൽ ഡിഫൻസിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പറ്റുന്ന അവസരങ്ങളിൽ അറ്റാക്കിന് പോകുന്ന തന്ത്രമാണ് രണ്ട് ടീമുകളും സ്വീകരിച്ചിരിക്കുന്നത്. ടീം കൊൽക്കത്ത അവരുടെ പോർച്ചുഗൽ ഇന്റർനാഷണൽ താരം ഹെൽഡർ പോസ്റ്റിയയ്ക്ക് പകരം ജാവി ലാറെ ഇറക്കിയിരിക്കുന്നു. ജാവി ലാറ അതോടൊപ്പം തന്നെ പോസ്റ്റിയയ്ക്ക് ഒപ്പം തന്നെ വേഗതയുള്ള ഒരു താരമാണ് പോസ്റ്റിഗയുടെ ഒരു ഇന്നത്തെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേരിനും പെരുമയ്ക്കും മൊത്തൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ടായിരിക്കണം ജാവി ലാറ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളിലാണ് ജാവി ലാറയെ ഇറക്കിയിരിക്കുന്നു. ജാവി ലാറ വലതുഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സമീക് ഡ്യൂട്ടി ഇടതുഭാഗത്തു നിന്നും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ ആദ്യ പകുതിയിൽ കണ്ട പോലെ ഒരു അപ്രമാദിത്വം കൊൽക്കത്തയ്ക്ക് കളിക്കളത്തിൽ ലഭിക്കുന്നില്ല. ഇനി
ഇതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗോൾ 37-ാം മിനിറ്റിൽ റാഫി ഗോൾ നേടിയ ശേഷം അത്തരത്തിൽ ഒരു എന്തോ ഒരു അപകടം തിരിച്ചറിഞ്ഞ വണ്ണം കൊൽക്കത്ത ഡിഫൻസിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു. കേരളം പതിവ് പോലെ തന്നെ പ്രതിരോധം ശക്തമാക്കിക്കൊണ്ട് മധ്യനിരയെ ആശ്രയിക്കാതെ മധ്യനിരയിൽ 3 താരങ്ങൾ അസ്രാഖ് മുഹമ്മദും അതോടൊപ്പം തന്നെ ഇഷ്ഫാഖ് മഹ്താബ് ഹുസൈനും ഉള്ളത്. ഈ 2 താരങ്ങളെ കൂടുതലായി ആശ്രയിക്കാതെ ഈ 2 താരങ്ങളെ കൂടി ഡിഫൻസിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലം എന്ന വണ്ണമാണ് 37-ാം മിനിറ്റിൽ റാഫിയുടെ ഗോൾ. റാഫി നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ 4 ഗോൾ നേടിയ ഒരു താരമാണ്. 4 പിറന്നത് ഹെഡറിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡറിൻ്റെ ഒരു മൂർച്ച ഇന്ന് കൊൽക്കത്ത ടീം തിരിച്ചറിഞ്ഞു. വളരെ മനോഹരമായ ഒരു ഗോൾ തന്നെയായിരുന്നു. മെഹ്താബ് ഹുസൈൻ്റെ ഒരു കോർണർ കിക്കിൽ നിന്ന് അദ്ദേഹം പന്ത് വളരെ മനോഹരമായി ഗോൾ പോസ്റ്റിലേക്ക് 37-ാം മിനിറ്റിൽ ചെത്തിയിടുക എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഗോൾ നേടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഹെഡിങ് മികവ് അടിവരയിടുന്ന ഒരു ഗോളായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. അതേ നാണയത്തിൽ തന്നെ കൊൽക്കത്ത മറുപടി നൽകുകയും ചെയ്തു. ഇപ്പോൾ കളി അധിക സമയത്തേക്ക് നീണ്ടു. 9 മിനിറ്റ് ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അധിക സമയത്തിൻ്റെ മത്സരം ഇനി ഈ പകുതിയിൽ അധിക സമയത്തിൻ്റെ ആദ്യ പകുതി 6 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം ഏറെക്കുറെ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുകയാണ്. റഫീഖ് ഫ്രീ കിക്ക് എടുക്കുകയാണ്. കേരളം ഇത്തരത്തിൽ പ്രതിരോധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അവസരം കിട്ടുമ്പോൾ മുന്നേറുകയും അല്ലാത്ത സമയം പ്രതിരോധത്തിൽ ഊന്നിക്കളിക്കുകയുമാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ പല താരങ്ങൾക്കും ഇപ്പോൾ മഞ്ഞക്കാർഡ് ലഭിക്കുന്നു. നേരത്തെ ഇഷ്ഫാഖ് അഹമ്മദ് ലഭിച്ചു. ഇപ്പോൾ സന്ദേശ് ജിങ്കാൻ ഒരു മഞ്ഞക്കാർഡ് ലഭിക്കുന്നു. ഇത്തരത്തിൽ കളി പൊതുവിൽ വിലയിരുത്തുകയാണെങ്കിൽ പരുക്കനാണെന്ന് പറഞ്ഞുകൂടാ. മറ്റ് മത്സരങ്ങളെ അപേക്ഷിച്ച് ഡൽഹിയുമായുള്ള മത്സരം അപേക്ഷിച്ച് നോക്കുമ്പോൾ കളി ഇപ്പോൾ പരുക്കനാണെന്ന് പറഞ്ഞുകൂടാ. ഇതെല്ലാം സ്വാഭാവികമാണ്, കളിയുടെ ഭാഗം തന്നെയാണ്. ഇൻ്റർസെപ്ഷൻ്റെ സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോവുക എന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പ്രതിരോധ താരം സന്ദേശ് ജിങ്കാൻ ഒരു മഞ്ഞക്കാർഡ് ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ കളി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 100 മിനിറ്റ് തികഞ്ഞിരിക്കുകയാണ്. 10 മിനിറ്റ് ആദ്യ പകുതി അധിക സമയത്തിൻ്റെ ആദ്യ പകുതി 10 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്. ഇനി 5 മിനിറ്റ് കൂടി ഈ പകുതിയിൽ കളിയുണ്ട്. അതിനുശേഷം ഇരുപക്ഷവും വശങ്ങൾ മാറുകയും അടുത്ത 15 മിനിറ്റിലേക്ക് പോവുകയും ചെയ്യും. സ്വാഭാവികമായും ഈ കളിയുടെ ഒരു ഗതി വെച്ച് നോക്കുകയാണെങ്കിൽ മത്സരം പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണ്. അരുൺ, മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് ഈ മത്സരം നിലവിൽ നീങ്ങുന്നുവെന്ന് നമുക്ക് കരുതാനാകുമോ? കാരണം നിലവിൽ എക്സ്ട്രാ ടൈമിലേക്ക് അതിൻ്റെ വിരസമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് കാണാനാവുക? അരുൺ, നമ്മുടെ ഫൈനൽസ് പലപ്പോഴും എടുത്തു നോക്കിച്ചു കഴിഞ്ഞാൽ അധിക സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ആവാനുള്ള ഒരു ശ്രമം കൊണ്ടോ പലപ്പോഴും ടീമുകൾ ഒരു ഫുൾ സ്വിങ്ങിലുള്ള കളി ചിലപ്പോൾ പുറത്തെടുക്കാറില്ല. അവസാന നിമിഷങ്ങളിലാവും, പ്രത്യേകിച്ചിട്ട് എക്സ്ട്രാ ടൈം പോലുള്ള സമയങ്ങളിൽ ഇനി ഒരു റിസ്ക് എടുക്കാൻ പലപ്പോഴും ഒരു ധൈര്യം കാണിക്കാറില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പെനാൾട്ടിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷെ നമ്മൾ ഇന്റർനാഷണൽ ഫുട്ബോളുകളും ഇപ്പോഴത്തെ മോഡേൺ ലീഗുകളെല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു വിജയം സാധ്യമാണെന്ന് പല മാച്ചുകളും തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ മാച്ചിനെ നമുക്കൊരു പെനാൾട്ടി ആയിട്ട് ഇപ്പോഴേ ഒരു മുൻവിധി എഴുതി കളയാൻ സാധിക്കില്ല. പക്ഷെ 2 ടീമും ഇനി കുറച്ച് സെക്കൻഡ് ഹാഫ്, അതായത് എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫ് കുറച്ച് കരുതി മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. കാരണം ഇനി ഒരു ഗോള് വീണ് കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നാമത്തെ കാരണം നമ്മുടെ ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ കളി വിരസമായി എന്ന് വേണമെങ്കിലും നമുക്ക് അതിനെ പറയാം. കാരണം വല്ലാതെ 120 മിനിറ്റുള്ള മാച്ചിന് ഇതുപോലുള്ളൊരു ഹ്യൂമിഡിറ്റിയില് കളിക്കുക അത്ര എളുപ്പമാവില്ല. പ്രത്യേകിച്ച് ഫോറിൻ പ്ലേയേഴ്സിനെ അവരെല്ലാം കുറച്ച് തണുത്ത കാലാവസ്ഥയിൽ നിന്നും വരുന്നവരാണ്. എങ്കിലും അവർ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആയതുകൊണ്ട് അതൊന്നും അവരെ ഒരു വിധത്തിലും എഫക്ട് ചെയ്യാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഈ ഹ്യൂമിഡിറ്റി ശരിക്കും ഒരു വില്ലൻ തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ലാസ്റ്റ് ടൈം, തളർച്ച കൊണ്ടാണ് പല ആൾക്കാരും
യെല്ലോ കാർഡുകൾ വാങ്ങുന്നത്. ഒരു ശാരീരികമായി തളർന്നു കഴിയുമ്പോൾ പതുക്കെ എങ്ങനെയെങ്കിലും ബോൾ നേടുക നമ്മുടെ മനസ്സിനെ തന്നെ അത് ബാധിക്കും. അതിനുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ യെല്ലോ കാർഡുകളൊക്കെ കൺസ്യൂം ചെയ്ത് കാണുന്നത് നമ്മുടെ ടീമുകൾ. വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചിട്ട് ജിങ്കാനും ഇഷ്വാഖ് അഹമ്മദും രണ്ടുപേരും ഒരു യെല്ലോ കാർഡ് നേടിയിരിക്കുന്നു. സെമീക് ജൂട്ടി അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ വലത് വിങ്ങിലാണ് കളിക്കുന്നത്. അതേ വിങ്ങിൽ തന്നെയാണ് ഇഷ്വാഖ് അഹമ്മദും കളിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ഇതുവരെ ലഭിച്ചിരിക്കുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് ഒരു കാഫിന് ചെറിയൊരു ഇഞ്ചുറിയും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നെ കേരളത്തിന്റെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി 15 മിനിറ്റും കൂടിയുണ്ട്. 15 മിനിറ്റിനെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഏത് സമയം ഗോളുകൾ നേടി ജയിക്കാം. ഒന്നാമത്തെ 2014 ഫൈനലിനെ നമ്മൾ കണ്ടതാണ്. അവസാന നിമിഷത്തിലാണ്, കളി വിരസമായി പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിലാണ് വിജയ ഗോൾ റഫീഖ് നേടിയത്. അതുപോലുള്ള ഒരു തന്ത്രം ഇന്ന് കോപ്പൽ പയറ്റിയിരുന്നു. റാഫിയെ മാറ്റി റഫീഖിനെ ഏതാണ്ട് 2014 അതേ രീതിയിലുള്ള ഒരു തന്ത്രം അതും കൂടി അദ്ദേഹം പയറ്റി നോക്കിയെന്ന് നമുക്ക് പറയാം. ആശാന്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എല്ലാ തന്ത്രങ്ങളും ഇനി ഇന്നുകൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആ തന്ത്രവും കൂടി അദ്ദേഹം പുറത്തെടുത്തിരിക്കുന്നു. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഒരു തന്ത്രം അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ നമുക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോലും നമ്മുടെ ഭാഗ്യ ഗോൾ കീപ്പറായ സന്ദീപ് നന്ദിയെ പെനാൽറ്റി കഴിഞ്ഞ കളിയിൽ സേവ് ചെയ്ത് അദ്ദേഹത്തെ പോലും പരീക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിന് വന്നിരിക്കുന്നത്. അവസാന നിമിഷത്തിലെ ഒരു കോർണർ കിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു. ശരിക്കും ഇവിടെ അതെ ഒരു മനോഹരമായൊരു നീക്കം. ഫിനിഷ് ഇവിടെ ഈ പൊസിഷൻ ഫുട്ബോൾ സാധാരണ കളിക്കുന്ന ടീം കൂടിയാണല്ലോ. ഇവരുടെ ഗെയിം സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഈ 1 ടച്ച് 2 ടച്ച് പാസ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു തരത്തിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ടോട്ടൽ ഫുട്ബോളിലേക്ക് കടന്നിട്ടുണ്ടോ ഈ ലാസ്റ്റ് 10 മിനിറ്റിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അരുൺ. കാരണം ഈ കാലാവസ്ഥയിൽ അധിക സമയം നമുക്ക് ഇത്രയും 1 ടച്ച് 2 ടച്ച് പാസുകൾ കളിക്കാൻ സാധിക്കില്ല. അത് അവരുടെ ഒരു നോർമൽ ഗെയിം സ്റ്റൈൽ ഓഫ് പ്ലേ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അവർ ഇപ്പോഴും ചില സമയങ്ങളിൽ 1 ടച്ച് 2 ടച്ച് കളിക്കുന്നത്. അല്ലാതെ ഈ ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഒരു ടീമിനെ 120 മിനിറ്റോളം 1 ടച്ച് 2 ടച്ച് കളിച്ച് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ അവരുടെ ശൈലി ചെറുതായിട്ട് മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഈ കാലാവസ്ഥയിൽ ഞാൻ അങ്ങനെ കാലാവസ്ഥേനെ പലപ്പോഴും എടുത്തു പറയാനുള്ള കാരണം അത് നമുക്കറിയാം എത്രത്തോളം ശാരീരികമായി തളർത്തിയിട്ടുണ്ടാവുന്നു. കാരണം സമ്മർദ്ദമുണ്ട്, ഫൈനലാണ്, ഫുൾ എഫേർട്ട് ഇട്ടാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ പ്ലേയേഴ്സിന് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ബിനീഷ്, എന്തായാലും അല്പസമയത്തിന് ശേഷം ഇതിൻ്റെ മറ്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ വിശകലനം കൂടി നമുക്ക് ആവശ്യം ആയിട്ടുണ്ട്. എന്തായാലും സെക്കൻഡ് ഹാഫിലേക്ക് കൂടി കടക്കാനുള്ള സാഹചര്യമാണ് നിലവിൽ ഇനിയുള്ളത്. ഈ മിനിറ്റുകളിലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നികേഷ്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വിരസമായി എന്ന് പ്രത്യക്ഷത്തിൽ തോന്നും എങ്കിലും അവർക്ക് അവരുടേതായ ഗെയിം പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ കംപ്ലീറ്റ് എനർജിയും പുറത്തെടുത്ത് കളിക്കുക എന്നത് ഇനിയിപ്പോൾ നടക്കില്ലോ. കാരണം 100 മിനിറ്റുകൾ പിന്നിട്ട് മത്സരം പോകുന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? 105 മിനിറ്റുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ പകുതി എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതി കഴിയുമ്പോൾ മത്സരം വേഗത കുറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായി നമുക്കറിയാം. കൊച്ചി പോലൊരു സ്ഥലത്ത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡാണ്. അതുകൊണ്ട് തന്നെ ആ കളിക്കാരുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക് കളി വരില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത 15 മിനിറ്റ് കൂടി കളിക്കാനുള്ള ഒരു ഊർജ്ജം സംഭരിക്കുക കൂടി വേണം. കേരളത്തിൻ്റെ 3 പ്ലെയേഴ്സിന് ഇതിനകം തന്നെ മഞ്ഞക്കാർഡ് കണ്ടിരിക്കുന്നു. പ്രതിരോധ താരങ്ങൾക്കാണ്. പ്രതിരോധ നിരയുടെ ഒരു മികവിൽ തന്നെയാണ് കേരളം ഇന്നും പിടിച്ചതെന്ന് പറയാം. ആദ്യ പകുതിയിൽ അത്തരത്തിലുള്ള മികവുറ്റ നീക്കങ്ങളാണ് ഹ്യൂമിൻ്റെയും പോസ്റ്റിഗയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതെല്ലാം ഈ ഘട്ടങ്ങളെല്ലാം കേരളം ഈ പരീക്ഷണ ഘട്ടങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളം ആദ്യ ഗോൾ നേടിയത് 37-ാം മിനിറ്റിൽ. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടുന്നില്ല. ഏകദേശം അതേ നാണയത്തിൽ തന്നെയാണ് റാഫിയുടെ ഒരു ഹെഡറുടെ മികവൊന്നും ആ ഗോളിൽ തിരിച്ചടിച്ച ഗോളിൽ ഇല്ലായിരുന്നെങ്കിൽ കൂടി മത്സരം 1-1 എന്ന ഒരു സമനിലയിൽ ആദ്യ 90 മിനിറ്റിൽ അവസാനിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 15 മിനിറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിയോട് കളിച്ചപ്പോൾ സന്ദീപ് നന്ദിയുടെ ഒരു മികവ് ആ ഗോൾ പന്ത് തടുത്തിടുന്നതിൽ ഇടയിൽ ഒരു പന്ത് ടൈ ബ്രേക്കറിൽ ഉണ്ടായിരുന്നു
സമ്മതിക്കുന്നുണ്ടെങ്കിൽ കൂടി സന്ദീപ് നന്ദി കാണിച്ച 2 പിഴവിലൂടെയാണ് ഡൽഹി ഗോൾ നേടിയെന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ അത് ഗ്രഹാം സ്റ്റാക്കാണ് ഇന്ന് വല കാക്കുന്നത്. ആഴ്സണലിന് വേണ്ടി ഏറ്റവും കൂടുതൽ തവണ ബൂട്ട് കെട്ടിയ ഗ്ലൗസ് അണിഞ്ഞ താരമാണ് ഗ്രഹാം സ്റ്റാക്ക്. ഇനി ഗ്രഹാം സ്റ്റാക്കിൻ്റെ ഒരു മികവ് നമുക്ക് കൃത്യമായി ഒരു അവസരം വരുമെന്നുള്ളൊരു സാധ്യത ഏറെയാണ്. മത്സരം ടൈ ബ്രേക്കറിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രഹാം സ്റ്റാക്ക് എത്രമാത്രം ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന താരമാണ് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അദ്ദേഹം അന്തർദേശീയ മത്സരങ്ങളുടെ വളരെയേറെ അനുഭവ സമ്പത്തുള്ള ഒരു കളിക്കാരനാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇത്തവണ അദ്ദേഹത്തിനൊരു വിളി വരുമ്പോൾ അദ്ദേഹം വളരെയേറെ ആലോചനയ്ക്ക് ശേഷമാണ് ഈ ഓഫർ സ്വീകരിച്ചത്. ഓസ്ട്രേലിയയിൽ ഈ മെൽബൺ ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം അദ്ദേഹത്തെ നിലനിർത്തിയിരുന്നു. എങ്കിൽ കൂടി ആ ഓഫർ നിരസിച്ചുകൊണ്ട് ഗ്രഹാം സ്റ്റാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ടീമിലേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു. അത് ഇനി സ്വാഭാവികമായും ഗ്രഹാം സ്റ്റാക്കിൻ്റെ ഒരു മികവായിരിക്കും കേരളത്തിന് തുണയാവുക എന്ന് തോന്നുന്നു. ഇയാൻ ഹ്യൂമ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇയാൻ ഹ്യൂമ കേരളത്തിനെതിരെ ഇന്നേവരെ ഒരു ഗോൾ പോലും നേടാൻ കഴിയാത്ത താരമാണ്. ഈ ISLൻ്റെ ചരിത്രമെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് ഇയാൻ ഹ്യൂമ. പക്ഷേ ഇയാൻ ഹ്യൂമിൻ്റെ ബൂട്ടിൽ നിന്ന് കേരളത്തിൻ്റെ വരയിൽ ഇന്നേവരെ ഒരു ഗോൾ പോലും നേടിയിട്ടില്ല എന്ന് നമുക്ക് അറിയാം. അദ്ദേഹത്തിനുള്ള സകല അടവുകളും പയറ്റുന്നുണ്ട്. ISLൻ്റെ 3 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ഒരു താരമാണ് കാനഡയിൽ നിന്ന് ജെയിംസ് ഡേവിഡിൻ്റെ ആദ്യ 2014 തെരഞ്ഞെടുപ്പായിരുന്നു ഇയാൻ ഹ്യൂമ. ISLലെ മികവിൽ നിന്ന് കനേഡിയൻ നാഷണൽ ടീമിൽ എത്തിപ്പെടുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു കളി മികവാണ് കഴിഞ്ഞ 2 സീസണിലും ഈ സീസണിലും അദ്ദേഹം കാഴ്ചവെച്ചത്. പക്ഷേ കേരളത്തിനെതിരെ ഒരൊറ്റ ഗോൾ പോലും ഇയാൻ ഹ്യൂം നേടിയില്ല. ഇന്ന് മത്സരം 108 മിനിറ്റ് പിന്നിടുമ്പോഴും അദ്ദേഹം ഗോളുകൾ കേരളത്തിനെതിരെ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റീഫൻ പിയേഴ്സൺ, ഇയാൻ ഹ്യൂം ഇതെല്ലാം 2014 കേരളത്തിന് വേണ്ടി കൊൽക്കത്തയ്ക്കെതിരെ കളിച്ച താരങ്ങളാണ്. അതോടൊപ്പം തന്നെ റഫീഖും റാഫിയും അന്ന് കൊൽക്കത്ത ടീമിലുണ്ടായിരുന്നു. 2 പേരും ഇന്ന് കേരളത്തിന് വേണ്ടി ബൂട്ട് കെട്ടി ഓരോ ഗോൾ വീതം നേടി ഇരു ടീമും നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 13 മിനിറ്റ് മാത്രമാണ്. 13 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ആകാംക്ഷയുടെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവും. അതിനിടയിൽ എന്തോ സംഭവിക്കാം. ഫുട്ബോളാണ്, പ്രവചനങ്ങൾ അസാധ്യമാണ്. പക്ഷേ നമ്മൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കുള്ള. ഈ ഗ്രഹാം സ്റ്റാക്കിൻ്റെ ഒരു മികവ് എത്രത്തോളമാണെന്ന് നമുക്ക് ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തിരിച്ചറിയാൻ കഴിയും. അരുൺ, മത്സരം ഇപ്പോൾ 108 മിനിറ്റിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് എക്സ്ട്രാ ടൈമിൻ്റെയും സെക്കൻഡ് ഹാഫിലേക്കാണ് മത്സരം നിലവിലുള്ളത്. മത്സരം 110 മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു. ദേവദാസ് ടെലിഫോൺ ലൈനിൽ നിലവിൽ ചേരുന്നുണ്ട്. ദേവദാസ്, എന്തായാലും മത്സരം 110 മിനിറ്റിലേക്ക് ഒരുപക്ഷെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാക്കിൻ്റെയൊക്കെ ഒരു കാലിബർ അത് ഏറെക്കുറെ അദ്ദേഹം പരീക്ഷിക്കപ്പെടുന്നത് ഇന്നാകും എന്ന് തോന്നുന്നു. ദേവദാസ്, ഇതില് എന്താ പറയാ, എന്ത് പറഞ്ഞാലും ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ 5 കളിയിൽ 2 തോൽവി 3 ഡ്രോ ആയിട്ട് എവിടെയും ഇല്ലാത്ത ടീമിനെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ടീം ഫോർമേഷനിൽ ഏറ്റവും വേസ്റ്റ് ടീമാണ് ഗോവ കഴിഞ്ഞാല് ഈ കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷെ അതിനെ കോപ്പല് ഏറ്റവും നല്ലോണം മോൾഡ് ചെയ്ത് ഫസ്റ്റ് ഹാഫിൽ പിടിച്ചു നിർത്തി സെക്കൻഡ് ഹാഫിൽ ഗെയിം പ്ലാൻസ് ശരിക്ക് കളിക്കാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ച് ഓരോ റോളും വ്യക്തമാക്കിയിട്ട് ഈ ലെവലിൽ എത്തി. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയിപ്പോ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റാലും സെക്കൻഡ് ആയാലും ഒരു ജയിച്ച പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. ഇനിയത്തെ അടുത്ത കൊല്ലെല്ലാം ആവുമ്പോൾ മറ്റേ മിഡ്ഫീൽഡിനെ എല്ലാം സ്ട്രെങ്തൻ ചെയ്യുന്ന നല്ല സെലക്ട് ചെയ്തിട്ട് കോപ്പലിനെ ആളെ കൊണ്ടുവരുന്നതാണ് എന്റെ ഹോപ്പ്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞാല് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പം തന്നെ 110 മിനിറ്റിൽ ആ DPയും മറ്റേതും പെനാൽറ്റി ബോക്സിൽ നിയർ ഒരു ഗോൾ അടിച്ചത് കണ്ടില്ല. ഇത് ഇപ്പം അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഓരോ ഓൾ ഔട്ട് അറ്റാക്ക് ചെയ്യുന്നത്.
ഞങ്ങളെ അറ്റാക്ക് ഞങ്ങളെ മൈൻഡ് സെറ്റിൽ ഞങ്ങൾ പെനാൽറ്റി കോർണറിൽ അല്ല പെനാൽറ്റി ഇതിലേക്ക് പോയിരിക്കുന്നു, പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകേണ്ട മൈൻഡ് സെറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അതൊരു ഡേഞ്ചറസ് ആണ്. എന്താ പറയാ, ഈ 23 ഗോൾ അടിച്ച് എക്കാലത്തെയും ഏറ്റവും വലിയ ISL സ്കോറായ ഹ്യൂമ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടാണ് ഇതുവരെ ഗോളേ അടിച്ചിട്ടില്ല ഒരു സീസണിൽ. അപ്പം ഈ 2 സീസണിലും 2015, 16 അപ്പോ അതില് ഏതാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ജർമ്മനി അർജന്റീന മുഖ്യ പോലെ ആ ഒരു സ്ട്രൈക്ക് വരുന്നോണ്ടേ നോക്കുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് വരെ ആ സ്ട്രൈക്കാണ് ഇപ്പൊ നമ്മൾ നോക്കേണ്ടത്. ഇത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകാനുള്ള മൈൻഡ് സെറ്റിൽ ബ്ലാസ്റ്റേഴ്സ് എത്തി, കൽക്കട്ട എത്തിയില്ല. കൽക്കട്ട അവരെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നു. മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സ് തടഞ്ഞു നിർത്തി എങ്ങനെയെങ്കിലും അടുത്ത 10 മിനിറ്റ് കഴിച്ച് കൂട്ടാം എന്നുള്ള നിലയിലേക്കുള്ള മൈൻഡ് സെറ്റ് എത്തിയിരിക്കുന്നു. അതൊരു ഇനിയത്തെ 8 മിനിറ്റിൽ അടിക്കുന്നതാണ്. ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ഗോൾ അടിക്കുന്നതാണ് ഈ 112-ാം മിനിറ്റിൽ എനിക്ക് തോന്നുന്നത്. അതെ, സാധാരണ ഈ ശാന്തമായ മുഹൂർത്തങ്ങളിൽ അപ്രതീക്ഷിതമായി ഒരു ഗോൾ വീഴാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ടോ? നിലവിലെ നീക്കങ്ങളിൽ നിന്ന് അതില്ല എങ്കിൽ പോലും ഇതില് ഇല്ല. പക്ഷേ അത് അരുണ് പറഞ്ഞത് ശരി. എന്താ പറയാ, ഇങ്ങനെ കളിക്കുന്നിടത്തുനിന്ന് സാധാരണ അങ്ങനെ അർജന്റീനയായിട്ട് കളി ജർമ്മനി കണ്ടില്ല. പെട്ടെന്ന് കുറച്ച് ഗോൾ അടിച്ചത് ആ ഒരു ക്രോസ് വന്നിട്ട് ഒരു മിന്നൽ ക്രോസ്. ഇപ്പം ഫോർവേഡ് ലൈനിൽ കയറലാണ്. ഈ മൂവ്മെന്റിൽ ചില സമയം ഒരു ഗോൾ വീഴും. അതിനാ നോക്കി നിൽക്കുന്നുള്ളൂ. അതാണ് കോച്ചിന്റെയും ഇത്. നിങ്ങൾ മാക്സിമം ഡിഫൻസ് എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് മറ്റേ ഒരു ഗോളും ഇതില്ലാണ്ട് കിട്ടുന്ന അവസരത്തിൽ ഒരു ഗോൾ അടിക്കുക എന്നുള്ള തിയറിയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ബോഡി ലാംഗ്വേജ് താവാണ്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. എന്താ പറയുക, മൈൻഡ് സെറ്റിൽ ഇവർ ഇപ്പൊ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോയ പോലെയാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ. ബട്ട് അത്ലറ്റിക്കോ ഡി കൽക്കട്ടക്ക് 120 മിനിറ്റ് തന്നെ കളി തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത്. അവർക്ക് ആ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പോയാൽ ജയിക്കോ തോക്കോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അവരെ കോച്ചാണ് കുറച്ചും കൂടി ഒരു എനർജറ്റിക്കും മുന്നോട്ട് പോകണം എന്നുള്ളത്. മറ്റവർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ഡിഫൻസീവ് മൈൻഡ് സെറ്റ് ആൻഡ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകേണ്ട മൈൻഡ് സെറ്റിലേക്ക് പോയിരിക്കുന്നു. അരുൺ, അതെ അതെ, ഈ ദേവ്ജിത്ത് മജുംദാർ, അവരുടെ ഗോളി ദേവ്ജിത്ത് മജുംദാറും ഒപ്പം സ്റ്റാക്കും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായി ഒരുപക്ഷെ ഇത് മാറാനുള്ള സാധ്യത കൂടിയാണ് ദേവദാസ് ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടത് അല്ലേ? അതെ, അത് പിന്നെ പെനാൽറ്റി അതൊരു ലോട്ടറി എടുക്കുന്ന പോലെ. എന്താ പറയാ, അത് ചില സമയം ആർസനലിന്റെ എല്ലാം ഈ ഗ്രാം സ്റ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഫസ്റ്റ് ക്ലാസ് എക്സ്പീരിയൻസ് എന്നെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ടില്ല ഡൽഹി ഡൈനാമോസിന്റെ ഗോൾ കീപ്പർക്കല്ലല്ലോ ഞങ്ങളുടെ ഓൾഡസ്റ്റ് മാൻ 41 ഇയർ ഓൾഡ് 40+ ഇയർ ഓൾഡ് ഉള്ള നന്ദിയല്ലേ പെർഫോം ചെയ്തത്. ഇന്ന് ശരിക്ക് ഞങ്ങള് ഈ റിസർവിന് 3 ആളെ മാറ്റിയത് കുറച്ചൊരു ടാക്ടിക്കൽ ബ്ലണ്ടർ പറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. കോപ്പൽ ഒരാളെങ്കിലും മാറ്റി അവിടെ വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആ നന്ദീനെ കൊണ്ടുവന്നെങ്കിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാക്സ് എന്ന് പറയുന്ന ആള് മറ്റേ നന്ദി ആവുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് വാർണിംഗ് കൊടുത്ത് അവസാനം അപ്പുറത്തെ ടീം ഡൽഹി ഡൈനാമിക്സ് അവനെ പിടിച്ച് കളി കഴിഞ്ഞ് തള്ളാൻ എന്താ കോൺസ്റ്റന്റ്ലി ഇറിറ്റേറ്റ്. അങ്ങനത്തെ ഒരു ഗോൾ കീപ്പർ തന്നെയാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിന് വേണ്ടത്. ഈ സൈലന്റ് ആയാലും അവര് പിന്നെ അന്നത്തെ പോലത്തെ ഒരു ബ്ലണ്ടേഴ്സ് ഇവർക്ക് പറ്റൂല. ഈ രണ്ട് ഏത് ടീമാണ് ഒരു ഗോൾ അടിക്കാണ്ട് നിൽക്കുന്നത് ആ ടീം തോക്കുന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ. അരുൺ, യെസ്, 115 മിനിറ്റാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. അല്പസമയം കൂടി മാത്രമാണ് ഇക്കാര്യത്തിൽ ഇനിയുള്ളത്. അതിനുശേഷം ഒരുപക്ഷെ പെനാൽറ്റിയിലേക്ക് പോകുന്നൊരു സാഹചര്യം കൂടി ഇരു ടീമുകളെയും സംബന്ധിച്ചുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആരാണ് ജയിക്കുക എന്നതും ഇരു ഗോളികളുടെയും ശക്തി പരീക്ഷണങ്ങളുടെ ബലപരീക്ഷണങ്ങളുടെ ഒരു സാഹചര്യം കൂടി എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും പ്രതീക്ഷിച്ചൊരു ഫൈനൽ അല്ല ISLന്റെ ഫൈനൽ ഈ സീസണിൽ നമുക്ക് സമ്മാനിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നികേഷ് ഈ മിനിറ്റ് വരെ കാണുന്നത്? 115 മിനിറ്റ് പിന്നിടുമ്പോൾ മൊത്തത്തിൽ ഗ്രൗണ്ടിൽ 120 മിനിറ്റിനകം കളിച്ചു കഴിഞ്ഞു. കാരണം 5 മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ടായിരുന്നു. അതും കൂടി പരിഗണിക്കുകയാണെങ്കിൽ 120 മിനിറ്റ് കളിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതികമായി 116 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നതിന് 4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോൾ കീപ്പർമാരുടെ മികവ് പരീക്ഷിക്കാനാകും. പരമാവധി കേരള പ്ലെയേഴ്സ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രതീക്ഷിച്ചതിലും നന്നായി
ഈ കേരള താരങ്ങളെ ബെൽഫോർട്ടിനെയും അതോടൊപ്പം തന്നെ ആദ്യ പകുതി ഡെക്കൻ നാസോണെയും ഇപ്പോൾ ആന്റോണിയോ ജർമ്മനെയും കൊൽക്കത്തയുടെ ഡിഫൻസ് നന്നായി തടഞ്ഞു നിർത്തി എന്ന് തന്നെ പറയാം. കാരണം ഹെങ്ബട്ടും ബെൽഫോർട്ടും ഡെക്കൻ നാസോൺ തുടങ്ങിയ ഹെയ്ത്തിയുടെ ഇൻ്റർനാഷണൽ താരങ്ങളുടെ വേഗത എങ്ങനെ അവരുടെ രണ്ട് ബാക്കുകൾ, ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഇന്ത്യൻ താരങ്ങളാണ്, ഇതെങ്ങനെ അവർ തടഞ്ഞു നിർത്തും എന്നായിരുന്നു ഏവരും സംശയം ഉന്നയിച്ചത്. ഇതാണ് അവരുടെ കൽക്കട്ടയുടെ ഒരു വീക്ക് പോയിന്റായി പറഞ്ഞിരുന്നത്. ഹ്യൂമർ, അതോടൊപ്പം തന്നെ പൊസ്റ്റീഗ, ജാവിലാറ, ഇത്തരത്തിലുള്ള മികവേറിയ മുന്നേറ്റ താരങ്ങൾ അവർക്കുണ്ടാകുമ്പോഴും അവരുടെ പ്രതിരോധ നിരയെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ബെൽഫോർട്ടിൻ്റെ സ്പീഡിനെയും ഡെക്കൻ നാസോണിൻ്റെ മികവിനെയും എല്ലാം കൃത്യമായി കൊൽക്കത്തയുടെ പ്രതിരോധ താരങ്ങൾ തടഞ്ഞു നിർത്തി എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനാകും. ഒരു പരിധിവരെ പ്രതിരോധത്തിൽ കേരളത്തെക്കാളും മികച്ചു നിന്നത് കൊൽക്കത്ത തന്നെ ആയിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇനിയിപ്പോൾ മത്സരം അവസാനിക്കാൻ ഏകദേശം 2 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. മത്സരം പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. പെനാൾട്ടി ഷൂട്ടൗട്ട് സംബന്ധിച്ച് ടീമിൻ്റെ മികവോ അല്ലെങ്കിൽ താരങ്ങളുടെ മികവോ ടീമിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് ഇതൊന്നുമല്ല അവിടെ ഇതാവുക. ആ ദിവസത്തെ ഇന്ന് ഭാഗ്യം ഏത് ടീമിൻ്റെ കൂടെയാണ് അവരായിരിക്കും കപ്പ് ഉയർത്തുക. അത് നമ്മൾ ഡൽഹിക്കെതിരായ മത്സരത്തിൽ സെമിഫൈനൽ 2ാം പാദ മത്സരത്തിൽ കഴിച്ചത് മുഴുവൻ ഡൽഹിയാണ്. പക്ഷേ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ അവരുടെ 3 ഗോൾ കിക്കുകളും പെനാൾട്ടി കിക്കുകളും പാഴാവുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മത്സരത്തിൻ്റെ മികവിനെയോ അവർ ഗ്രൗണ്ടിൽ കാണിച്ചൊരു മേധാവിത്വമോ ഒന്നും പെനാൾട്ടി ഷൂട്ടൗട്ടിൽ പ്രകടമാവുകയില്ല. ഭാഗ്യം ഏത് ടീമിൻ്റെ കൂടാണ് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഡൽഹിയുടെ മത്സരത്തിൽ ഫ്ലോറൻ മലൂദയെ പോലെ ഒരു താരം ഈ പെനാൾട്ടി പുറത്തേക്ക് അടിച്ചു കളയുന്ന ഒരു കാഴ്ച നാം കണ്ടു. തീർച്ചയായും അതോടൊപ്പം തന്നെ ഭാഗ്യവും അതോടൊപ്പം തന്നെ സമ്മർദ്ദത്തെ ആര് കൃത്യമായി തടഞ്ഞു നിർത്തുന്നു, സമ്മർദ്ദത്തെ ആര് അതിജീവിക്കുന്നു എന്ന് മാത്രമാണ് ആ നേരത്ത് പ്രധാനമായും പരിഗണിക്കപ്പെടുക. അല്ലെങ്കിൽ അതായിരിക്കും ആ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാവുക. അത്തരത്തിലുള്ള ഒരു ഇനിയിപ്പോൾ 1 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. മത്സരം പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനിയൊരു ഗോൾ കിക്കോ അല്ലെങ്കിൽ ഒരു ത്രോ വന്നു കഴിഞ്ഞാൽ മത്സരം 120 മിനിറ്റ് പൂർത്തിയാവുകയും പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോവുകയും ചെയ്യുക. മനസ്സിലാക്കാൻ 2014 ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലായിരുന്നു ആദ്യ പകുതി 90 മിനിറ്റ് അവസാനിക്കാൻ അതോടൊപ്പം ഇഞ്ചുറി ടൈം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു റഫീഖിൻ്റെ ആ ഹെഡർ വന്നത്. അത്തരത്തിലുള്ള ഒരു സാധ്യത ഇനി ബാക്കിയുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഈ അധിക സമയത്ത് ഇഞ്ചുറി ടൈമിന് വളരെ കുറവ് സമയം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇഞ്ചുറി ടൈം എന്ന് പറഞ്ഞൊരു അധിക സമയത്തേക്ക് കളി നീട്ടുകയില്ല. മത്സരം ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനി പെനാൾട്ടി ഷൂട്ടൗട്ട് മത്സരം ഈ ISL 2016 വിജയം നിശ്ചയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അരുൺ. അവസാന നിമിഷം ആ പോസ്റ്റിലേക്ക് ഒരു ഓൺ ടാർഗറ്റ് ശ്രമം അത് നടത്താൻ ഉള്ള ശ്രമം പോലും ജിങ്കാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ അത് നടന്നില്ല. എന്തായാലും ഇനി എക്സ്ട്രാ ടൈം ഇനിയിപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് തന്നെ നീങ്ങുന്നൊരു കാഴ്ചയാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എക്സ്ട്രാ ടൈം പൂർത്തിയായിരിക്കുന്നു. ISL ഫൈനൽ ഈ സീസൺ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കൂടി കടക്കുന്ന ഒരു സാഹചര്യം. നിർഭാഗ്യം ആണ് എല്ലായ്പ്പോഴും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഭാഗ്യവും നിർഭാഗ്യവുമാണ് വിധി നിർണ്ണയിക്കപ്പെടുക. അത്തരം ഒരു വൃത്തികെട്ട സാഹചര്യം തന്നെയാണ് ഈ ഫൈനലിലും നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ലോക ഫുട്ബോളിൽ പോലും ഇങ്ങനെ നിരാശാജനകമായ സാഹചര്യങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുമുണ്ട്. കളിക്കുന്നവരും അധികം എഫർട്ട് എടുക്കുന്നവർക്കുമൊക്കെ അതിൻ്റെ ഫലം കിട്ടാതെ പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊരു അന്ത്യമായിരുന്നില്ല ISL ഈ സീസണിൻ്റെ ഫൈനലിൽ സ്വാഭാവികമായും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. ഹെങ്ബർട്ടിൻ്റെ കിക്ക് ദേബ്ജിത്ത് മജുംദാറിൻ്റെ കാലിൽ തട്ടിയാണ് പുറത്തേക്ക് പോയത്. അതിനെയാണ് നിർഭാഗ്യമെന്ന് ആവർത്തിച്ച് പറയേണ്ടത്. കാരണം അദ്ദേഹം ട്രൈ ചെയ്ത ഭാഗത്തേക്ക് പോലുമല്ല പന്ത് പോയത്, കാലിൽ തട്ടി പുറത്തേക്ക് പോയി. അതായിരുന്നു നിർണായകമായതും. ISL 3ാം സീസണിൻ്റെ കലാശ പോരാട്ടത്തിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ച അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത 2ാം തവണയും കിരീടം ഉയർത്തുന്ന കാഴ്ച കൂടിയാണ് നിലവിൽ കാണുന്നത്. വളരെ
നിർഭാഗ്യകരമായ സാഹചര്യം എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയും ചെയ്യാം. ദേവദാസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ദേവദാസ്, ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായത് ഹെങ്ബർട്ടിൻ്റെ ആ കിക്കാണ്. ദേവ്ജിത്ത് മജുംദാറിൻ്റെ കാലിൽ തട്ടി പുറത്തേക്ക് പോവുകയായിരുന്നു. അതായത് സെക്കൻഡ് ലാസ്റ്റ് കിക്ക്. ഒരർത്ഥത്തിൽ അദ്ദേഹം ട്രൈ ചെയ്ത ഭാഗത്തേക്ക്, ചാടിയ ഭാഗത്തേക്ക് പോലും അല്ല പന്ത് പോയത്. ഭാഗ്യമോ നിർഭാഗ്യമോ എങ്ങനെ വേണമെങ്കിലും അതിനെ വിശകലനം ചെയ്യാം. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതാ ഈ പെനാൽറ്റി ഇതിൽ വരുമ്പം ഞങ്ങളെ ഇപ്പൊ കണ്ടില്ലേ, റഫീഖ് എത്ര കൂളായിട്ടാണ് കഴിഞ്ഞ തവണയും വലത്തോട്ട് ഗോളടിച്ചു. അപ്പൊ ഇപ്രാവശ്യം അവന്റെ വീഡിയോയില് അവര് നോക്കുന്നറിഞ്ഞോണ്ട് അവൻ ലെഫ്റ്റിലേക്കാണ് പോയിട്ട് ക്ലീൻ കട്ട്. പക്ഷെ അതേസമയം ഒരു ഇന്റർനാഷണൽ ആയ ഹെങ്ബർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും നല്ല ഗ്രൗണ്ടിൽ കളിക്കാരന ഹെങ്ബർട്ട് തന്നെയാണ് ഈ ISL ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ദേവ്ജിത്ത് മജുംദാറിനെ നോക്കണം. ഇന്ന് നോക്കിയാൽ ഒന്നിക്കൽ ഹീറോ അല്ലെ ഹീറോ ആവുന്ന ഒരു ഗ്രാം സ്റ്റാക്സിനെ പോലെ ഒരു മുൻ ലോകോത്തര ഗോൾ കീപ്പറെ പോലും കവച്ചു വെച്ച് എങ്ങനെയാണ് ദേവ്ജിത്ത് മജുംദാർ ആ ഡൈവ് ചെയ്യുമ്പോഴും ഒന്ന് വെറുതെ ഒരു ഫ്രീക്കായിട്ട് കാലിന് തട്ടിയതല്ല. ഒന്ന് നോക്കണം, ഒന്നും കൂടി വീഡിയോ നോക്കിയാൽ തീരും. ഇടത്തെ കാലം അവൻ അത് യൂസ് ചെയ്തു എന്നാണ് ഞാൻ കാണുന്നത്. കാണുന്നത് എന്താ പറയാ, അവൻ ആ ഡൈവ് ചെയ്യുമ്പോൾ അവൻ ആ കാലിനെ കൊണ്ട് ഒരു ഇതാക്കാനുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ വെറുതെ അവൻ ഡൈവ് ചെയ്ത ഭാഗത്തേക്ക് ബോൾ വന്ന് കാലിന് തട്ടിയതല്ല. അത് അവൻ ആ ഇടത്തെ കാലം ഉപയോഗിച്ചിട്ട് തന്നെ അത് എന്താ പറയാ, ആ ഒരു ഹെങ്ബർട്ട് എടുക്കുമ്പോൾ ഹെങ്ബർട്ടിനെ റീഡ് ചെയ്ത് ആ ഒരു ഫെയിൻ ചെയ്തപ്പോൾ ഹെങ്ബർട്ട് ഒരു പനകൊക്കെ പോലെ സ്ട്രെയിറ്റൻ ലൈനിലേക്ക് വരുന്നുള്ള ആ ടെക്നിക്ക്, ആ കാലും കൈയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചു എന്നാണ് തിരിയുന്നത്. പിന്നെ ഡിസേർവിംഗ് ആണ്. എന്താ അത്ലറ്റിക്കോ ഡി കൽക്കട്ട പ്ലേഡ് എ കാൽക്കുലേറ്റഡ് വെൽ ഡിസേർവ്ഡ് ഓർഗനൈസ്ഡ് ഗെയിം ബട്ട് അൺലക്കി ടു സ്കോർ ഗോൾ. പക്ഷെ അത് ഇപ്പൊ ഹ്യൂം അടിച്ചിട്ട് പോയിട്ട് പോലും അഡ്വാൻറ്റേജ് ആക്കാൻ പറ്റിയില്ല ഇവർക്ക്. അതാണ് ഏറ്റവും വലിയ അത് പെനാൽറ്റി സ്റ്റോക്ക്. അത് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഈ പരിക്കലിന് മറ്റേ കലവും ഉടക്കുവാന്ന് പറയില്ല, അങ്ങനെ ആ ഒരു തരത്തിൽ എന്താ ഹ്യൂമന്റെ ഒരു റെക്കോർഡും അതാ ഏറ്റവും വലിയ തമാശ. ഈ 3 സീസണിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോററായ ഹ്യൂം 23 ഗോൾ അടിച്ച ഹ്യൂം പെനാൽറ്റിയിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല, പെനാൽറ്റിയിലും ഗോൾ അടിച്ചില്ല ഹ്യൂം. അപ്പോൾ അത് വേറൊരു റെക്കോർഡ്. സൗരവ് ഗാംഗുലിന്റെ ടീം ഈസ് ആൻ ഓർഗനൈസ്ഡ് വെൽ. അടുത്ത കൊല്ലത്തേക്ക് ഇതാക്കണ്ട എന്താ പറയാ, ഏറ്റവും വലിയ ഇത് കൊടുക്കേണ്ടത് കോച്ചിനും കളിക്കാർക്കും അല്ല. വിനീത് വന്നപ്പോ ഈ കോപ്പൽ എന്ന് പറയുന്ന കോച്ചിന് സെൽഫ്മാൻ ആയിട്ട് ഞങ്ങളുടെ കാണികൾ അതിലൊരു ഇതുണ്ട്. ഈ ഫൈനലിനാവുമ്പോ പാലം കടന്നപ്പോ അതുവരെ നാരായണെന്ന് വിളിച്ചിട്ട് കൂരായണെന്ന് ആക്കിയിട്ട് ഞങ്ങളുടെ കാണികളെ മുഴുവൻ പുറത്തിട്ടിട്ട് ഓൺലൈനിൽ തട്ടിപ്പ് നടത്തിയിട്ട് പാവങ്ങളെ ഇന്ന് ലാത്തി ചാർജ് നടത്തിയോണ്ട് ആ കാണികളുടെ ഇടയിലും പലപ്പോഴും സ്ലംബായിട്ട് ആ കാണികളും കൂടി ആ മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും എല്ലാം ആ കാണികളും കൂടി ഇവർ ഒരു 5000 ഉള്ളിലുണ്ടെങ്കിൽ അവർ 90 അല്ല 120 മിനിറ്റ്സും അവരാണ് ബ്ലാസ്റ്റേഴ്സിനെ ഈ നിലയിൽ എത്തിച്ചത്. അതാദ്യം മനസ്സിലാക്കി. കോപ്പലും ഇതും കോപ്പൽ ഒരു ഭാഗം മാത്രമേ. ഈ കാണികൾ തോറ്റപ്പവും വന്ന് അത് കാണാൻ തിരിയാണ്ട് ഈ ISL ടീം, ഈ KFന്റെ അതോറിറ്റീസ്, പോലീസ് വിജയന് പോലും ബാക്കിലെ സീറ്റിൽ ഇരുത്തുന്ന എല്ലാം അതന്നെയാണ്. ആ കാണിയെ തന്നെ ഒരു സങ്കടമുണ്ട്. എന്താ പറയുക, ചില പോയിന്റിൽ ഒരു സ്ലംപ് ചെയ്യുന്ന കാഴ്ച കാണുന്നത്. മറ്റേത് ത്രൂ ഔട്ട് 120 അല്ലെ DJ ഒന്നും വേണ്ട, ഈ കാണികളാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ എത്തിച്ചത്. മെയിൻ പോയിന്റ് അല്ലെ 12 മാൻ കാണികൾ കളിച്ചാൽ ഗോൾ അടിക്കില്ല, ഗോൾ വാങ്ങൂല എന്നൊന്നും തിയറി ഒന്നല്ല. ഈ കാണികളെ ഒരു മെയിൻ അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ കോർപ്പറേറ്റിന്റെ കൊടുത്ത് കുറച്ച് ടിക്കറ്റ് കൊടുത്ത് കുറെ ഓസിക്ക് കയറി ഇങ്ങനെ കൂവാനും അറിയില്ല, ഫുട്ബോളും അറിയാത്ത കുറെ എണ്ണത്തിനെ പിടിച്ചിരുത്തുന്നതല്ല ഇത്. കാണികൾ എന്ന് പറഞ്ഞാൽ കാണികളും പ്ലേയേഴ്സും ആണ് ഈ ടൂർണമെന്റ്സുമാണ് ഇവിടുത്തെ ബേസിക്. വളരെ നന്ദി ശ്രീ ദേവദാസ്, ഇതുവരെ ഞങ്ങളോട് സഹകരിച്ചതിന്, ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിനൊപ്പം ബിനീഷ്, ദേവദാസ് അടക്കമുള്ളവർ. ന്യൂസ് റൂമിൽ നിന്ന് നികേഷാണ് മറ്റ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കിരീടം രണ്ടാമതും കൊൽക്കത്തയിലേക്ക് തന്നെ പോകും. നിരാശ തന്നെയാണ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന്.